നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിംഗിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് മെഡിക്കൽ കോഡിംഗ്? നിങ്ങളിൽ പലരും കേട്ടിട്ട് പോലുമില്ല എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന്. അതായത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിൽ പലരും ഹോസ്പിറ്റലുകളിൽ പല പല അസുഖങ്ങളുമായി പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മുടെ ഫയലുകളിൽ നമ്മൾ വന്നത് എന്ത് അസുഖം കൊണ്ടാണെന്നും അതിന് അവർ തരുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നും എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്നു. നമ്മുടെ ഈ ഫയലുകളിൽ വേറൊരു തേർഡ് പേഴ്സൺ കാണുകയാണെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ ഇന്നതാണെന്നും അതിന് നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റ് ഇന്നതാണെന്നും മനസ്സിലാക്കുന്നു. നമ്മുടെ അസുഖ വിവരങ്ങൾ വേറെ ആരും അറിയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ അസുഖങ്ങളെയും അതിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളെയും വേറെ ആരും അറിയാത്ത രീതിയിൽ നമ്പേഴ്സാക്കി മാറ്റുന്ന ടെക്നിക്കാണ് മെഡിക്കൽ കോഡിംഗ്. ഈ രീതി വഴി നമ്മുടെ ഡീറ്റെയിൽസുകൾ വളരെ കോൺഫിഡൻഷ്യൽ ആൻഡ് സീക്രട്ട് ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഇത് മെഡിക്കൽ കോഡിംഗ് കൊണ്ടുള്ള ഒരു നല്ല ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോഡിംഗ് കൊണ്ടുള്ള അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ കോഡിനും ഒരു രാജ്യത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഒരു പേഷ്യന്റ് ഒരു ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ആ പേഷ്യന്റിന് കൊടുക്കുന്ന കോഡ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി അതിന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റേറ്റ് അവിടെ വരും. ആ റേറ്റ് മാറ്റാൻ ഹോസ്പിറ്റലുകാർക്ക് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എല്ലാവർക്കും തുല്യമാകും. എത്ര വലിയ ഹോസ്പിറ്റലിലും ചെറിയ ഹോസ്പിറ്റലിലും പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. എടുത്താൽ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് തുല്യമായിരിക്കും. ഇതും കോഡിംഗ് കൊണ്ടുള്ള വേറൊരു ബെനിഫിറ്റ് ആണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് ഇൻഷുറൻസ് കമ്പനിയാണ് അവരുടെ ട്രീറ്റ്മെന്റിന് ചാർജ് പേ ചെയ്യുന്നത്. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ചാർജ് ഒരു ഹോസ്പിറ്റലിനോ ഡോക്ടർക്കോ കിട്ടണമെങ്കിൽ ഒരു കോഡ് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കോഡായി ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആ ട്രീറ്റ് ചെയ്യുന്ന ക്യാഷ് അവർക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ പല പല നല്ല സൈഡുകളാണ് മെഡിക്കൽ കോഡിങ്ങിന് ഉള്ളത്. ഇതെല്ലാം ചെയ്യാൻ ഒരു കോഡിംഗ് പഠിച്ച ഒരു വ്യക്തിക്കോ സർട്ടിഫൈഡ് ആയ ഒരു കോഡർക്കോ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സർട്ടിഫൈഡ് ആയ കോഡർ ആകണമെങ്കിൽ അവർ അമേരിക്ക നടത്തുന്ന സർട്ടിഫിക്കേഷൻ എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ AAPC എന്ന് പറയുന്ന ബോർഡാണ് ഇതിന്റെ എക്സാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. നോർമലി എല്ലാ കുട്ടികളും എഴുതുന്നത് CPC സർട്ടിഫിക്കേഷൻ ആണ്, അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ സർട്ടിഫിക്കേഷൻ. ഇത് കിട്ടുന്നതിനായി ചെയ്യേണ്ടത് 5 മണിക്കൂർ 40 മിനിറ്റുള്ള എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ 5 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 150 ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനായി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്താൽ മതി. അതായത് ഓപ്പൺ ബുക്ക് എക്സാം ആണ്. ഇതുകൂടാതെ 180 ക്വസ്റ്റ്യനിൽ 150ഉം നമ്മൾ കറക്റ്റ് ആക്കേണ്ട, മൈനസ് മാർക്കും ഇല്ല. ഏതെങ്കിലും ഒരു 105 എണ്ണം, അതായത് 180ൽ 105 എണ്ണം കറക്റ്റ് ആക്കിയാൽ നമ്മൾ പാസ്സാകും. 1 വീക്കിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും. 1 മന്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരും. ഈ സർട്ടിഫിക്കറ്റ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇതിന് ഇന്റർനാഷണൽ വാലിഡിറ്റി ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം, വിത്ത് ഹൈ സാലറിയോട് കൂടി തന്നെ. കൂടാതെ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഗൾഫിൽ പോവുകയാണെങ്കിൽ MOH, DH, HAD എന്നീ കടമ്പകൾ ഒന്നും ആവശ്യമില്ല. ഇത് പഠിക്കുന്നതിനായി ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ +2, എനി ഡിഗ്രി, എനി ഡിപ്ലോമ ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കോഴ്സാണിത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൂടുതൽ മുൻഗണന, സയൻസ് ഇല്ലാത്തവർക്കും പഠിക്കാൻ സാധിക്കും. ഡ്യൂറേഷൻ 6 വീക്ക് അല്ലെങ്കിൽ 6 ആഴ്ച. ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പ്രായമായവർക്കും ഈ കോഴ്സ് ചെയ്യാം. വീക്ക് ഡേയ്സ് ക്ലാസ്സും വീക്കെൻഡ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. പെർ ഡേ 2 to 3 hours സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ 6ാമത്തെ വർഷമാണ്. ഞങ്ങൾ കേരളത്തിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മോർ ദാൻ 800 പീപ്പിൾസിനെ ഇവിടെ നിന്നും സർട്ടിഫൈഡ് ആയി പോയിട്ടുണ്ട്. എൻ്റെ പേര് ടിവിൻ. ഞാൻ കോഡിങ്ങിൽ 5 സർട്ടിഫിക്കേഷനുള്ള വ്യക്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിംഗ്, ആലുവ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം.
നിങ്ങൾക്കെല്ലാവർക്കും ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിംഗിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് മെഡിക്കൽ കോഡിംഗ്? നിങ്ങളിൽ പലരും കേട്ടിട്ട് പോലുമില്ല എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന്. അതായത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിൽ പലരും ഹോസ്പിറ്റലുകളിൽ പല പല അസുഖങ്ങളുമായി പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മുടെ ഫയലുകളിൽ നമ്മൾ വന്നത് എന്ത് അസുഖം കൊണ്ടാണെന്നും അതിന് അവർ തരുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നും എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്നു. നമ്മുടെ ഈ ഫയലുകളിൽ വേറൊരു തേർഡ് പേഴ്സൺ കാണുകയാണെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ ഇന്നതാണെന്നും അതിന് നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റ് ഇന്നതാണെന്നും മനസ്സിലാക്കുന്നു. നമ്മുടെ അസുഖ വിവരങ്ങൾ വേറെ ആരും അറിയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ അസുഖങ്ങളെയും അതിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളെയും വേറെ ആരും അറിയാത്ത രീതിയിൽ നമ്പേഴ്സാക്കി മാറ്റുന്ന ടെക്നിക്കാണ് മെഡിക്കൽ കോഡിംഗ്. ഈ രീതി വഴി നമ്മുടെ ഡീറ്റെയിൽസുകൾ വളരെ കോൺഫിഡൻഷ്യൽ ആൻഡ് സീക്രട്ട് ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഇത് മെഡിക്കൽ കോഡിംഗ് കൊണ്ടുള്ള ഒരു നല്ല ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോഡിംഗ് കൊണ്ടുള്ള അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ കോഡിനും ഒരു രാജ്യത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഒരു പേഷ്യന്റ് ഒരു ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ആ പേഷ്യന്റിന് കൊടുക്കുന്ന കോഡ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി അതിന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റേറ്റ് അവിടെ വരും. ആ റേറ്റ് മാറ്റാൻ ഹോസ്പിറ്റലുകാർക്ക് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എല്ലാവർക്കും തുല്യമാകും. എത്ര വലിയ ഹോസ്പിറ്റലിലും ചെറിയ ഹോസ്പിറ്റലിലും പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. എടുത്താൽ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് തുല്യമായിരിക്കും. ഇതും കോഡിംഗ് കൊണ്ടുള്ള വേറൊരു ബെനിഫിറ്റ് ആണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് ഇൻഷുറൻസ് കമ്പനിയാണ് അവരുടെ ട്രീറ്റ്മെന്റിന് ചാർജ് പേ ചെയ്യുന്നത്. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ചാർജ് ഒരു ഹോസ്പിറ്റലിനോ ഡോക്ടർക്കോ കിട്ടണമെങ്കിൽ ഒരു കോഡ് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കോഡായി ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആ ട്രീറ്റ് ചെയ്യുന്ന ക്യാഷ് അവർക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ പല പല നല്ല സൈഡുകളാണ് മെഡിക്കൽ കോഡിങ്ങിന് ഉള്ളത്. ഇതെല്ലാം ചെയ്യാൻ ഒരു കോഡിംഗ് പഠിച്ച ഒരു വ്യക്തിക്കോ സർട്ടിഫൈഡ് ആയ ഒരു കോഡർക്കോ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സർട്ടിഫൈഡ് ആയ കോഡർ ആകണമെങ്കിൽ അവർ അമേരിക്ക നടത്തുന്ന സർട്ടിഫിക്കേഷൻ എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ AAPC എന്ന് പറയുന്ന ബോർഡാണ് ഇതിന്റെ എക്സാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. നോർമലി എല്ലാ കുട്ടികളും എഴുതുന്നത് CPC സർട്ടിഫിക്കേഷൻ ആണ്, അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ സർട്ടിഫിക്കേഷൻ. ഇത് കിട്ടുന്നതിനായി ചെയ്യേണ്ടത് 5 മണിക്കൂർ 40 മിനിറ്റുള്ള എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ 5 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 150 ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനായി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്താൽ മതി. അതായത് ഓപ്പൺ ബുക്ക് എക്സാം ആണ്. ഇതുകൂടാതെ 150 ക്വസ്റ്റ്യനിൽ 150ഉം നമ്മൾ കറക്റ്റ് ആക്കേണ്ട, മൈനസ് മാർക്കും ഇല്ല. ഏതെങ്കിലും ഒരു 105 എണ്ണം, അതായത് 180ൽ 105 എണ്ണം കറക്റ്റ് ആക്കിയാൽ നമ്മൾ പാസ്സാകും. 1 വീക്കിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും. 1 മന്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരും. ഈ സർട്ടിഫിക്കറ്റ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇതിന് ഇന്റർനാഷണൽ വാലിഡിറ്റി ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം, വിത്ത് ഹൈ സാലറിയോട് കൂടി തന്നെ. കൂടാതെ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഗൾഫിൽ പോവുകയാണെങ്കിൽ MOH, DH, HAD എന്നീ കടമ്പകൾ ഒന്നും ആവശ്യമില്ല. ഇത് പഠിക്കുന്നതിനായി ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ +2, എനി ഡിഗ്രി, എനി ഡിപ്ലോമ ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കോഴ്സാണിത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൂടുതൽ മുൻഗണന, സയൻസ് ഇല്ലാത്തവർക്കും പഠിക്കാൻ സാധിക്കും. ഡ്യൂറേഷൻ 6 വീക്ക് അല്ലെങ്കിൽ 6 ആഴ്ച. ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പ്രായമായവർക്കും ഈ കോഴ്സ് ചെയ്യാം. വീക്ക് ഡേയ്സ് ക്ലാസ്സും വീക്കെൻഡ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. പെർ ഡേ 2 to 3 hours സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ 6ാമത്തെ വർഷമാണ്. ഞങ്ങൾ കേരളത്തിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മോർ ദാൻ 800 പീപ്പിൾസിനെ ഇവിടെ നിന്നും സർട്ടിഫൈഡ് ആയി പോയിട്ടുണ്ട്. എൻ്റെ പേര് ടിവിൻ. ഞാൻ കോഡിങ്ങിൽ 5 സർട്ടിഫിക്കേഷനുള്ള വ്യക്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിംഗ്, ആലുവ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം.
നിങ്ങൾക്കെല്ലാവർക്കും ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിങ്ങിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് മെഡിക്കൽ കോഡിംഗ്? നിങ്ങളിൽ പലരും കേട്ടിട്ട് പോലുമില്ല എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന്. അതായത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിൽ പലരും ഹോസ്പിറ്റലുകളിൽ പല പല അസുഖങ്ങളുമായി പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മുടെ ഫയലുകളിൽ നമ്മൾ വന്നത് എന്ത് അസുഖം കൊണ്ടാണെന്നും അതിന് അവർ തരുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നും എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്നു. നമ്മുടെ ഈ ഫയലുകളിൽ വേറൊരു തേർഡ് പേഴ്സൺ കാണുകയാണെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ ഇന്നതാണെന്നും അതിന് നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റ് ഇന്നതാണെന്നും മനസ്സിലാക്കുന്നു. നമ്മുടെ അസുഖ വിവരങ്ങൾ വേറെ ആരും അറിയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ അസുഖങ്ങളെയും അതിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളെയും വേറെ ആരും അറിയാത്ത രീതിയിൽ നമ്പേഴ്സാക്കി മാറ്റുന്ന ടെക്നിക്കാണ് മെഡിക്കൽ കോഡിംഗ്. ഈ രീതി വഴി നമ്മുടെ ഡീറ്റെയിൽസുകൾ വളരെ കോൺഫിഡൻഷ്യൽ ആൻഡ് സീക്രട്ട് ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഇത് മെഡിക്കൽ കോഡിംഗ് കൊണ്ടുള്ള ഒരു നല്ല ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോഡിംഗ് കൊണ്ടുള്ള അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ കോഡിനും ഒരു രാജ്യത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഒരു പേഷ്യന്റ് ഒരു ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ആ പേഷ്യന്റിന് കൊടുക്കുന്ന കോഡ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി അതിന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റേറ്റ് അവിടെ വരും. ആ റേറ്റ് മാറ്റാൻ ഹോസ്പിറ്റലുകാർക്ക് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എല്ലാവർക്കും തുല്യമാകും. എത്ര വലിയ ഹോസ്പിറ്റലിലും ചെറിയ ഹോസ്പിറ്റലിലും പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. എടുത്താൽ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് തുല്യമായിരിക്കും. ഇതും കോഡിംഗ് കൊണ്ടുള്ള വേറൊരു ബെനിഫിറ്റ് ആണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് ഇൻഷുറൻസ് കമ്പനിയാണ് അവരുടെ ട്രീറ്റ്മെന്റിന് ചാർജ് പേ ചെയ്യുന്നത്. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ചാർജ് ഒരു ഹോസ്പിറ്റലിനോ ഡോക്ടർക്കോ കിട്ടണമെങ്കിൽ ഒരു കോഡ് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കോഡായി ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആ ട്രീറ്റ് ചെയ്യുന്ന ക്യാഷ് അവർക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ പല പല നല്ല സൈഡുകളാണ് മെഡിക്കൽ കോഡിങ്ങിന് ഉള്ളത്. ഇതെല്ലാം ചെയ്യാൻ ഒരു കോഡിംഗ് പഠിച്ച ഒരു വ്യക്തിക്കോ സർട്ടിഫൈഡ് ആയ ഒരു കോഡർക്കോ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സർട്ടിഫൈഡ് ആയ കോഡർ ആകണമെങ്കിൽ അവർ അമേരിക്ക നടത്തുന്ന സർട്ടിഫിക്കേഷൻ എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ AAPC എന്ന് പറയുന്ന ബോർഡാണ് ഇതിന്റെ എക്സാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. നോർമലി എല്ലാ കുട്ടികളും എഴുതുന്നത് CPC സർട്ടിഫിക്കേഷൻ ആണ്, അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ സർട്ടിഫിക്കേഷൻ. ഇത് കിട്ടുന്നതിനായി ചെയ്യേണ്ടത് 5 മണിക്കൂർ 40 മിനിറ്റുള്ള എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ 5 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 150 ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനായി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്താൽ മതി. അതായത് ഓപ്പൺ ബുക്ക് എക്സാം ആണ്. ഇതുകൂടാതെ 180 ക്വസ്റ്റ്യനിൽ 150ഉം നമ്മൾ കറക്റ്റ് ആക്കേണ്ട, മൈനസ് മാർക്കും ഇല്ല. ഏതെങ്കിലും ഒരു 105 എണ്ണം, അതായത് 180ൽ 105 എണ്ണം കറക്റ്റ് ആക്കിയാൽ നമ്മൾ പാസ്സാകും. 1 വീക്കിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും. 1 മന്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരും. ഈ സർട്ടിഫിക്കറ്റ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇതിന് ഇന്റർനാഷണൽ വാലിഡിറ്റി ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം, വിത്ത് ഹൈ സാലറിയോട് കൂടി തന്നെ. കൂടാതെ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഗൾഫിൽ പോവുകയാണെങ്കിൽ MOH, DH, HAD എന്നീ കടമ്പകൾ ഒന്നും ആവശ്യമില്ല. ഇത് പഠിക്കുന്നതിനായി ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ +2, എനി ഡിഗ്രി, എനി ഡിപ്ലോമ ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കോഴ്സാണിത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൂടുതൽ മുൻഗണന, സയൻസ് ഇല്ലാത്തവർക്കും പഠിക്കാൻ സാധിക്കും. ഡ്യൂറേഷൻ 6 വീക്ക് അല്ലെങ്കിൽ 6 ആഴ്ച. ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പ്രായമായവർക്കും ഈ കോഴ്സ് ചെയ്യാം. വീക്ക് ഡേയ്സ് ക്ലാസ്സും വീക്കെൻഡ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. പെർ ഡേ 2 to 3 hours സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ 6ാമത്തെ വർഷമാണ്. ഞങ്ങൾ കേരളത്തിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മോർ ദാൻ 800 പീപ്പിൾസിനെ ഇവിടെ നിന്നും സർട്ടിഫൈഡ് ആയി പോയിട്ടുണ്ട്. എൻ്റെ പേര് ടിവിൻ. ഞാൻ കോഡിങ്ങിൽ 5 സർട്ടിഫിക്കേഷനുള്ള വ്യക്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിംഗ്, ആലുവ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും
ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിംഗിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് മെഡിക്കൽ കോഡിംഗ്? നിങ്ങളിൽ പലരും കേട്ടിട്ട് പോലുമില്ല എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന്. അതായത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിൽ പലരും ഹോസ്പിറ്റലുകളിൽ പല അസുഖങ്ങൾ